ചെടികളോടും പൂക്കളോടും ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലേ. നമുക്കറിയാം എല്ലാവർക്കും ചെടികളോടും പൂക്കളോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. എല്ലാവരും വീട്ടിൽ വളർത്തുകയും ചെയ്യും, ചെടികളൊക്കെ നല്ലോണം വളർത്തുന്ന ആൾക്കാരുണ്ടാവും. കാരണം നമുക്കത് എത്ര മനസ്സിന് വിഷമമുണ്ടെങ്കിലും നമ്മൾ കുറച്ച് ചെടികളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഒരു മനസ്സിനൊരു കുളിരാണ്, ഒരു സന്തോഷം ഉണ്ടാവും. അപ്പം നമ്മൾ കുറേ എല്ലാവരും വീട്ടിലൊക്കെ ചെടികളൊക്കെ നട്ട് വളർത്തുന്നതായിരിക്കും. അങ്ങനെ ഒരു ചെടികളോട് ഇഷ്ടമുള്ള ഒരാൾ അവരുടെ സ്വന്തം വീട്ടിൽ ഒരു നഴ്സറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നഴ്സറി എന്ന് പറഞ്ഞാൽ നിറച്ച് പൂക്കളൊക്കെ ഉള്ള ചെടികളും എല്ലാ ടൈപ്പ് ചെടികളും അവരുടെ നഴ്സറിയിലുണ്ട്. നഴ്സറി സാധാരണ നമ്മുടെ റോഡ് സൈഡിൽ വലിയ ഷോപ്പിലൊക്കെയാണ് നഴ്സറി കാണുക. പക്ഷേ ഇതൊരു സ്വന്തം വീട്ടിൽ തന്നെയാണ് തുടങ്ങിയത്. സ്വന്തം വീട്ടിൽ തന്നെ തുടങ്ങി. പിന്നെ ആ നഴ്സറിക്ക് അവർ എന്ത് പേരിട്ട്, ലീലാസ് ഡ്രീം ഗാർഡൻ എന്ന് പേരിട്ട്. അപ്പം ഈ നഴ്സറി തുടങ്ങിയത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളാണ്, ഹസ്ബൻഡിൻ്റെ ചേച്ചിയാണ്. അപ്പം അവർ ഈ ലീലാസ് ഡ്രീം ഗാർഡൻ എന്നുള്ള പേരിടാൻ കാരണം അവരുടെ സ്വന്തം അമ്മയാണ് ലീല എന്ന് പറഞ്ഞ അവർ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ, അവരുടെ സ്വന്തം അമ്മ. അപ്പോൾ അവർ പേരിടാൻ കാരണം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികളോട്. ചെടികൾ എന്ന് പറഞ്ഞാൽ മൂപ്പര് ഫുൾ ടൈം ചെടികളെടുത്ത് തന്നെ ഉണ്ടാകും. നല്ലോണം പൂക്കളൊക്കെ ഉണ്ടാകുന്ന ചെടികളും എല്ലാ ടൈപ്പ് ചെടികളും മൂപ്പര് ഫുൾ ടൈം ചെടിയെടുത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ മരിച്ചു പോയി. അവരിപ്പം മരിച്ചിട്ട് ഇപ്പോൾ 2 വർഷം, അമ്മ മരിച്ചിട്ട്. പിന്നെ അപ്പോൾ അമ്മ മരിച്ചിപ്പോൾ 2 വർഷം. അതുകൊണ്ട് തന്നെ അവരുടെ ഓർമ്മയ്ക്കോ പിന്നെ അമ്മയുടെ ഇഷ്ടം, ചെടികളുടെ ഇഷ്ടം കൊണ്ടാണ് അവർ ഈ അവരുടെ നഴ്സറിക്ക് ലീലാസ് ഡ്രീം ഗാർഡൻ എന്ന് പേരിട്ടത്. അപ്പോൾ അവിടെ നിറച്ച് ചെടികളുണ്ട്. നിറച്ച് ചെടികൾ എന്ന് പറഞ്ഞാൽ പൂക്കളുടെ ചെടികളുണ്ട്, പൂക്കളില്ലാത്ത ലീഫി ആയിട്ടുള്ളതുണ്ട്, ഇൻഡോർ പ്ലാന്റ്സുകളുണ്ട്, ഫ്രൂട്ട്സിൻ്റെ, അങ്ങനെ പല ടൈപ്പ് ചെടികളും അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ച് പൂക്കളുള്ള ചെടികൾ, പൂക്കൾ മാത്രം ഉണ്ടാകുന്ന ചെടികൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കുറച്ചൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടാവുമായിരിക്കും, കുറേയൊക്കെ നിങ്ങൾ കാണാത്തതുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്, പറയാൻ പറ്റില്ല. എങ്കിലും നമുക്ക് നല്ല സന്തോഷമുള്ളൊരു സംഭവമല്ലേ പൂക്കൾ ഉണ്ടാകുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ച് പൂക്കളുള്ള ചെടികൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ, അതായത് ലീഫി ആയിട്ടുള്ള ചെടികളും ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ചെടികളൊക്കെ ആവശ്യമുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുള്ള ചെടികളുണ്ട് എങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി.